ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓണത്തിൻ്റെ ഓണമൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ഇവിടെ ഇഞ്ചിക്കറിയും പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഇട്ട് കടുകിട്ട് പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും അരിഞ്ഞിടണം. എണ്ണ നല്ലപോലെ തിളയ്ക്കാൻ നോക്കി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇടാവും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുക്കണം. നല്ലപോലെ ഇളക്കണം. തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഇളക്കണം. ബാക്കി വരുന്ന പച്ചമുളക് അതിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്കൊട്ട ഇടാവും. അത് കഴിഞ്ഞിട്ട് അത് ഇട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് വഴട്ടിയെടുക്കണം. ഇത് ചൂടാക്കി കഴിഞ്ഞിട്ട് കരിവേപ്പിലയും വട്ടൽമുളകും ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴട്ടിയെടുക്കണം. നല്ലോണം ഇളക്കണം ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് 3 സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ ഉലുവയും പിന്നെ 3/4 കായവും ഇടണം. 3/4 സ്പൂണാണ്, 3/4 കായവല്ല. നന്നായിട്ട് ഇളക്കണം. അത് കഴിഞ്ഞ് ഇഞ്ചി വറുത്തത് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിടുക. വീണ്ടും ഇളക്കുക നല്ലപോലെ. അത് കഴിഞ്ഞിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന, നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിവെള്ളം ഒഴിക്കണം. അത് നല്ലപോലെ ഒഴിച്ച് നല്ലപോലെ ഇളക്കുക. അത് തിളയ്ക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പുളിയും എരിവും ഒക്കെ ക്രമീകരിക്കാൻ വേണ്ടി കുറച്ച് ശർക്കരപ്പാനിയും ആഡ് ചെയ്യുക.
എന്നിട്ട് ഒന്നും കൂടെ തിളച്ചിട്ട് നമ്മുടെ ഇഞ്ചിക്കറി ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി. ടാറ്റ ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റ.